السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പഠന സംഗമം തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറ ഇസ്രായിലെ വചനങ്ങളിലെ ഊന്നൽ മേഖലകളാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 23-ാമത് വചനത്തിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ 25-ാമത് ആയത്തിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ആയത്തുകളുടെ തുടർച്ചയിൽ റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം നന്നായി അറിയുന്നവനാണ്. ഇൻ തകൂനു സ്വാലിഹീന, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എങ്കിൽ ഫൈന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ തിരുത്തി പശ്ചാത്തപിച്ച് അവരിലേക്ക് മടങ്ങുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മർമ്മതലങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കുക എന്ന വിഷയകരമായി വന്ന ചില ചർച്ചകൾ നമ്മുടെ ക്ലാസിന്റെ തുടർച്ചയിൽ തന്നെ വിഷയീഭവിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ 3 പ്രശ്നങ്ങൾ നമ്മുടെ ക്ലാസിന്റെ ഭാഗമായി വബിൽ വാലിദൈനി ഇഹ്സാന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളുടെ മാതൃകയുമായും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ തുടർച്ചയിൽ പല ഘട്ടങ്ങളിലായി ശ്രോതാക്കളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്, 3 പ്രശ്നങ്ങളാണ് ഇന്ന് ക്ലാസിന്റെ ഇതിവൃത്തമായി ഉദ്ദേശിക്കുന്നത്. അതിലൊരു വിഷയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ബാധ്യതാ നിർവഹണത്തിൽ പെൺമക്കൾക്ക് ബാധ്യതകളില്ലേ എന്ന ഒരു ചോദ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളും ചോദ്യകർത്താവിന്റെ കുടുംബ വിഷയവുമൊക്കെ ആ ചോദ്യത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ വിഷയമാവേണ്ടതില്ലാത്തത് കൊണ്ട് ആ മർമ്മം മാത്രം എടുക്കുന്നു. അപ്പോൾ മാതാപിതാക്കളുമായുള്ള ബാധ്യതാ നിർവഹണം, അവരുള്ള ഹുക്കൂക്കുൽ വാലിദൈൻ, മാതാപിതാക്കളുള്ള കടമകൾ, കടപ്പാടുകൾ നിർവഹണം, അവരുടെ പരിചരണം, അവരുടെ ശുശ്രൂഷ, അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചെല്ലുചെലവുകൾ, ബാധ്യതകളെല്ലാം, ഇത്തരം വിഷയങ്ങളിൽ പെൺമക്കളുടെ ബാധ്യത എന്ത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇസ്ലാമിന്റെ ശരിയായ വീക്ഷണത്തിൽ ഇങ്ങനെ ഒരു വേർതിരിവിന് പ്രസക്തിയില്ല എന്നതാണ് അതിന്റെ മർമ്മം. വിശുദ്ധ ഖുർആനിന്റെ ഒരു രീതി അനുസരിച്ച്, ഇസ്ലാമിക ശരീഅ നിയമങ്ങൾ ഖുർആൻ പ്രഖ്യാപിക്കുന്ന രീതി അനുസരിച്ച് ഒരു നിയമം പൊതുവായിട്ട് പറഞ്ഞാൽ അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. വഅഖീമുസ്സലാ വആതുസ്സക എന്നത് ഉദാഹരണം. ഖുർആൻ നമ്മളോട് വിശ്വാസികളെ പേരെടുത്ത് വിളിച്ചും അല്ലാതെയുമൊക്കെ അതിന്റെ ശരീഅ നിയമങ്ങൾ, മതവിധികൾ കൽപ്പിക്കാറുണ്ട്. അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ അത് ആണിനും പെണ്ണിനും മുക്കല്ലഫായ അഥവാ ഇസ്ലാമിക ബാധ്യതകൾ നിർവഹിക്കാൻ പ്രാപ്തരായ, ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കാൻ ബാധ്യതയുള്ള എല്ലാവരുടെ മേലും ഒരുപോലെ ബാധകമാണ്. അവിടെ പിന്നെ ആൺ പെൺ വ്യത്യാസമില്ല. ആള് മുക്കല്ലഫാണോ അഥവാ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാനുള്ള പക്വതയും പാകതയും അതിനനുസൃതമായ അവസ്ഥയുമുള്ള ആളാണോ എന്നത് മാത്രമാണ് അവിടെ ചിന്താവിഷയം. ആൺ പെൺ എന്ന വ്യത്യാസമില്ല. വാത്തു സക്ക, നിങ്ങൾ സക്കാത്ത് നൽകൂ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകം ഇളവുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകം പരിഗണന അറിയിക്കുന്നതോ ആയ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറയും. അതുപോലെ സംശയാസ്പദമായ വിഷയങ്ങളാണെങ്കിൽ, കാരണം നിലവിലുള്ള സമൂഹത്തിൽ ശീലമില്ലാത്ത ഒരു സംഗതി,
നിലവിലുള്ള സമൂഹത്തിന് പരിചയമില്ലാത്തൊരു രീതി, അല്ലെങ്കിൽ നിലവിലുള്ള സമൂഹം സ്ത്രീകൾക്ക് പൊതുവെ വിലക്ക് ഏർപ്പെടുത്തിയ ചില മേഖലകൾ, അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരാമർശമെങ്കിൽ അവിടെ ആണിനെയും പെണ്ണിനെയും പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഫറായിദ് നിയമങ്ങൾ അഥവാ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നിടത്ത് ലിർരിജാലി നസീബുൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിന്നിസാഇ നസീബുൻ എന്ന് വേറെയും പറയുന്നുണ്ട്. ലിർരിജാലി നസീബു മിമ്മാ തറക്കൽ വാലിദൈൻ വൽ അഖ്റബൂൻ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ പുരുഷന്മാർക്ക് ബാധ്യതയുണ്ട്, അവകാശമുണ്ട്, ഹക്കുണ്ട് എന്ന് പറഞ്ഞ ഖുർആൻ അതുപോലെ തന്നെ വലിന്നിസാഇ നസീബുൻ, സ്ത്രീകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്ന് വേറെ തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വത്തവകാശവും ഒക്കെ നിഷേധിക്കപ്പെട്ട കാലമായിരുന്നു എന്ന പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ട് സംശയമില്ലാത്ത വിധം ആണിനും പെണ്ണിനും പ്രത്യേകം അവകാശമുണ്ട് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ശരിയാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഖുർആന്റെ പ്രതിപാദന രീതി. ഇത് ആമുഖമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു രീതി വെച്ചുകൊണ്ട് അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞാൽ, വഖലാ റബ്ബുക, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവന് മാത്രമേ വഴിപ്പെട്ട് ജീവിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതും ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ പെൺമക്കൾക്ക് ഇതിൽ ബാധ്യത കുറവോ അല്ലെങ്കിൽ അവർക്ക് അതിൽ ഉത്തരവാദിത്തമോ ഇല്ല എന്ന് ചിന്തിക്കാനോ പറയാനോ ഒരു ന്യായവുമില്ല. രണ്ടു കൂട്ടർക്കും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അനുസരണത്തിനും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട ജീവിതത്തിനുമൊക്കെ ഒരുപോലെ ബാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ രീതി. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കുന്നത് ആൺ പെൺ മക്കളുടെ, ഇവിടെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടുന്ന ഒന്നാണ്, ആണും പെണ്ണും വിവേചനമില്ലാതെ അവർ രണ്ടുപേരുടെയും ബാധ്യതയാണ്. അൽ ഖിദ്മത്തു വറിആയ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക, അവരെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക എന്നത് യസ്തവി ദാലിക ലിൽ ഇബ്നി വൽ ബിൻത്, ആണിനും പെണ്ണിനും, ആൺമകനും പെൺമകൾക്കും ഒരുപോലെ സമമാണ്, എല്ലാവരുടെ മേലും ബാധ്യതയാണ്. ഇതാണ് ഇസ്ലാമിന്റെ പൊതുവായ നിയമം. ഇനി ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരും ചോദിച്ചാൽ, നമ്മുടെ സാമൂഹ്യ ക്രമത്തിന്റെ ചില അവസ്ഥകളുണ്ട്. സാമൂഹ്യ ക്രമത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ടും പെൺമക്കൾക്ക് പ്രത്യേകമായ ചില ബാധ്യതകളും മറ്റുമൊക്കെ വന്നു ചേരുന്നത് കൊണ്ട് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്ന നിലക്ക് ആ വിഷയത്തിൽ പിന്നീട് ഫുഖഹാക്കളുടെ ചർച്ചയുണ്ട്. അത് അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും അവസ്ഥ പരിഗണിക്കുന്ന വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യകർത്താവിന്റെയും ചോദ്യം വരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്ത് ആൺമക്കളുടെ കൂടെയായിരിക്കും മിക്കവാറും മാതാപിതാക്കൾ ഉണ്ടാവുക. അതിന്റെ കാരണം പെൺമക്കളെ നമ്മൾ മറ്റു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ അവർ ചെല്ലുന്ന കയറുന്ന വീട്ടിൽ അവർക്ക് വേറെയും ബാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ഉണ്ട്. അത് പിന്നീട് രണ്ടാമത്തെ പ്രശ്നമായിട്ട് ഇൻഷാ അല്ലാഹ് ചർച്ചക്കെടുക്കാം. അപ്പൊ ന്യായമായി നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്ത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്ന കുടുംബാന്തരീക്ഷത്തിൽ തന്നെ സാധാരണഗതിയിൽ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ആൺമക്കളുടെ കൂടെ മാതാപിതാക്കൾ ആൺമക്കളുടെ കൂടെ ആവുകയും ചെയ്യുക എന്ന ഒരു നാട്ടു നടപ്പ് സമ്പ്രദായമാണ് നമുക്കിടയിലുള്ളത്. അത് ഇസ്ലാമികമായി നമുക്ക് സ്വീകാര്യമായ രീതിയുമാണ്. കാരണം അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് സംഭവിക്കും? ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളാണ് പിന്നീട് വരിക. ഒന്ന്, അവരുടെ ചെലവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ. മറ്റൊന്ന്, അവർക്ക് വ്യക്തിപരമായി കിട്ടേണ്ടുന്ന അറ്റൻഷൻ, അവരുടെ ശുശ്രൂഷ, പ്രത്യേകിച്ചും വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ കുടുംബങ്ങളും മക്കളൊക്കെ കൂടി ആലോചിച്ച് നല്ല നിലക്ക് കാര്യങ്ങൾ പരിഹരിച്ചു പോവുകയാണ്. സാധാരണഗതിയിൽ വിഷയമായി വരാറില്ല. അങ്ങനെയാണ് സംഭവിക്കുക. നല്ലൊരു ശതമാനം കുടുംബങ്ങളും മാതാപിതാക്കൾ തന്നെ സ്വയമേവ ഏണിംഗ് ഉള്ളവരോ അല്ലെങ്കിൽ അവർക്ക് അവിടെ പെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് മക്കൾക്ക് ഒരു ബാധ്യതയാവില്ല. എന്നാൽ ചില കുടുംബങ്ങൾ അങ്ങനെ ആവില്ല. മക്കളുടെ ശുശ്രൂഷയിൽ തന്നെ അവരുടെ സാമ്പത്തിക ചെലവിൽ തന്നെ ജീവിക്കേണ്ട അവസ്ഥ വരും. കാരണം മാതാപിതാക്കൾ സാധാരണഗതിയിൽ കച്ചവടക്കാരോ അല്ലെങ്കിൽ സാധാരണ തൊഴിലെടുക്കുന്നവരോ ആയിരിക്കും. മറ്റു പെൻഷൻ പോലെ സംവിധാനങ്ങളോ മറ്റോ അവർക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇതൊക്കെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തോ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോ അവർ യഥാർത്ഥത്തിൽ തന്നെ മക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരിക്കാം. എങ്കിൽ പോലും അവിടെ ആൺമക്കൾ അവരുടെ ചെലവും കാര്യങ്ങളും ഒക്കെ വഹിക്കുകയും അവർക്ക് ശുശ്രൂഷയും കാര്യങ്ങളും ആവശ്യമായി വരുന്നത് പെൺമക്കൾ കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് നാട്ടു നടപ്പുള്ളത് എന്നതുമാണ് നമുക്ക് പരിചിതമുള്ള രീതി. എന്നാൽ ഇത് വ്യത്യസ്തമായിട്ട് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരാം. എപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴാണല്ലോ ഇത് ഇഷ്യൂ ആയിട്ട് വരിക. ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ അത് നിയമപരമായ വിഷയങ്ങളായിട്ട് വരും, കോടതി വ്യവഹാരങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ മധ്യസ്ഥർ ഇടപെടുന്ന മധ്യസ്ഥം വഹിക്കുന്ന ശ്രമങ്ങളായിട്ട് വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഓരോന്നിന്റെയും ഗൗരവവും സീരിയസ് അനുസരിച്ചാണ് അങ്ങനെ സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൽ ഇസ്ലാമികമായ ഫുഖഹാക്കളുടെ വിധി പ്രസ്താവങ്ങൾ ഉണ്ടാകും.
അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ നാട്ടു നടപ്പനുസരിച്ച് ആ വിഷയത്തിൽ അതിൽ മസ്ലഹത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വിധി പറയും, അല്ലെങ്കിൽ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ വിഷയകമായി ഫിഖ് പരമായ കർമ്മശാസ്ത്രമായ വിധികൾ പറഞ്ഞ പണ്ഡിതന്മാരുടെ വിധികൾ ഉദ്ധരിക്കും. അല്ലെങ്കിൽ അതാത് സമയത്ത് ആ വിഷയമായ അറിവുള്ള ആളുകളുടെ അവരെ സമീപിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. അപ്പൊ ഈ അവസ്ഥ വെച്ചുകൊണ്ട് ഈ വിഷയകമായി വന്ന അഭിപ്രായങ്ങളെ മുമ്പിൽ വെക്കാം. മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുടെ അവരുമായുള്ള ബാധ്യതാ നിർവഹണത്തിൽ, അവരുടെ പരിചരണം, അവരുടെ സാമ്പത്തികമായ വിഷയത്തിൽ അവർക്ക് വേണ്ട ശുശ്രൂഷ, സാമ്പത്തികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, അങ്ങനെ തുടങ്ങിയ കാര്യത്തിൽ പെൺമക്കളുടെ ബാധ്യത എന്താണെന്നാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ ഇത് ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായി പെൺമക്കൾ വിവാഹം ചെയ്തു കൊടുത്താൽ ഈ പെൺമക്കളുടെ മേൽ രണ്ട് ബാധ്യത ഒന്നു ചേരുകയാണ്. ഒന്ന്, അവർ മാതാപിതാക്കളെ അനുസരിക്കണം, അവരുടെ മാതാപിതാക്കളുടെ കടമകൾ നിർവഹിക്കണം. രണ്ടാമതായി അവര് വിവാഹം കഴിച്ചു കൊണ്ടുപോയ പുരുഷനുള്ള ബാധ്യത നിർവഹിക്കണം. ഈ രണ്ടിനും മധ്യയാണല്ലോ അവരുണ്ടാവുക. അതൊരു അവസ്ഥയാണ്. അൽ ജമ്മു ബൈന തോഴത്തി വാലിദൈഹ വ തോഴത്തി സൗജിഹ. അവൾ അവരുടെ ഭർത്താവിനെ അനുസരിക്കാനും നിർബന്ധിതയാണ്, അവരുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ നിർബന്ധിതമാണ്. രണ്ടിനെയും മധ്യേ ഒരു സംയോജനം ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ബാധ്യത, ഈ പെൺമകളുടെ ബാധ്യത ഭർത്താവിനെ അനുസരിക്കലാണ്. കാരണം വിവാഹം കഴിയുന്നതോടുകൂടി മാതാപിതാക്കളെക്കാൾ അവൾക്ക് ബാധ്യതയുള്ളത് ഭർത്താവിനോടാണ് എന്ന ശറഇന്റെ വിധി അതുപോലെ നിൽക്കുന്നുണ്ട്. താഅത്തു സൗജി തകൂനു ഔജബു അലൈഹ മിൻ താഅത്തി വാലിദൈഹ. അവളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവൾ അനുസരിക്കേണ്ടതും വിധേയപ്പെടേണ്ടതും അവളുടെ ഭർത്താവിനാണ് എന്നത് ശറഇന്റെ ഒരു തീരുമാനമാണ്. ഈ അവസ്ഥ വെച്ചുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മുഉൽ ഫത്താവ എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അൽ മറത്തു, സ്ത്രീ, ഇദാ തസവ്വജത്, അവൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, കാന സൗജുഹാ അംലകു ബിഹാ മിൻ അബവൈഹ, അവളുടെ മാതാപിതാക്കളെക്കാൾ അവൾക്ക് ഏറ്റവും ബാധ്യതയും അവളുടെ മേൽ ഏറ്റവും അവകാശമുള്ളത് ഭർത്താവിനാണ്. വത്താഅത്തു സൗജിഹാ അലൈഹ ഔജബ്, ഭർത്താവിനെ അനുസരിക്കൽ അവളുടെ മേൽ ഔജബാണ്. വാജിബിന്റെ സൂപ്പർലേറ്റീവാണ് ഔജബ്. ഒന്നാമത് ബാധ്യത, ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനെ അനുസരിക്കലാണ്. ലാ യൽസിമുഹാ ത്വാഅത്തു അബവൈഹാ ഫീ ഫിറാഖി സൗജിഹ, ഭർത്താവിനെ അവഗണിച്ചോ ഭർത്താവിനെ പരിഗണിക്കാതെയോ ഭർത്താവുമായി ബന്ധവിച്ഛേദം നടത്തിയോ മാതാപിതാക്കളെ അനുസരിക്കുന്നത് അവളുടെ മേൽ നിർബന്ധമല്ല. അങ്ങനെ ഒരു അവസ്ഥ അവളുടെ മേൽ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. വലാ സിയാറത്തി വനഹ്വിഹ, ഭർത്താവിനെ അവഗണിച്ചോ ഭർത്താവിനെ പരിഗണിക്കാതെയോ അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടോ അങ്ങനെ വന്ന് മാതാപിതാക്കളെ പരിഗണിക്കണം, സന്ദർശിക്കണം എന്നതും ഇസ്ലാം അവളുടെ മേൽ ബാധ്യതയാക്കിയിട്ടില്ല. ബൽ ത്വാഅത്തു സൗജിഹ അഹഖ്, ഭർത്താവിനെ അനുസരിക്കലാണ് അവളുടെ മേൽ ഏറ്റവും അഹക്കായിട്ടുള്ളത്, ഏറ്റവും ഹക്കായിട്ടുള്ളത് എന്നതാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ടാണ് അവൾ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഭർത്താവ് മാന്യനും ഇസ്ലാമിന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാളും സർവോപരി തഖ്വയുള്ള ആളാണെങ്കിൽ ഇതൊന്നും വിഷയമേ അല്ല. കാരണം മാതാപിതാക്കൾ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആ മാതാപിതാക്കൾക്ക് ഒരു ശരിയായ പരിചരണം ഒരു വേള ആൺമക്കളുടെ ഭാര്യമാർന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസവും സാന്ത്വനവും ശുശ്രൂഷയും വൈകാരികമായ ഒരു സമീപനവും ഒക്കെ സാധ്യമാവുക ഈ പെൺമക്കളിൽ നിന്നായിരിക്കുമെന്നത് മനഃശാസ്ത്രപരമായ ഒരു അവസ്ഥയാണ്. അത് ഏറെ പരിഗണനീയമായ ഒന്നാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. ഇത് ഈ ഭർത്താവിനും മനസ്സിലാകും. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ കുടുംബങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത്തരം പ്രത്യേകമായ പരിഗണനയും പരിചരണവും ആവശ്യമുള്ളപ്പോൾ പെൺമക്കൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ബാധ്യത ഏറ്റെടുക്കുന്നു. അവർ മാറി മാറി വന്ന് ഉമ്മയെ പരിചരിക്കുന്നു, അല്ലെങ്കിൽ ബാപ്പയെ പരിചരിക്കുന്നു. ആൺമക്കൾ ആ പരിചരണത്തോടൊപ്പം തന്നെ അവർ പുറത്തു പോയി ഇവർക്ക് വേണ്ട ശുശ്രൂഷയുടെ ഭാഗമായുള്ള ഏണിംഗ് കണ്ടെത്തുന്നു. അങ്ങനെ ഒരു പരസ്പരമുള്ള ധാരണയിൽ നല്ല നിലക്ക് എല്ലാവരും ഈ വിഷയത്തിൽ അവരുടെ ബാധ്യതാ നിർവഹണത്തോടൊപ്പം തന്നെ അവർക്ക് അല്ലാഹുവിന്റെ പുണ്യം ലഭ്യമാകാനും മാതാപിതാക്കളുമായുള്ള സാമീപ്യം അവരെ അനുഭവിപ്പിച്ചു കൊടുക്കാനും കഴിയും വിധമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കെമിസ്ട്രി, ഒരു രസതന്ത്രം കുടുംബത്തിനകത്തങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുക. അതൊരു തർക്ക വിഷയമായിട്ട് വരില്ല. തർക്ക വിഷയമായി വരുമ്പോഴാണ് ഈ വക വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത് എന്നത് പ്രത്യേകം പരാമർശിക്കുകയാണ്. ചില ഉലമാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഫത്തുൽ ഖദീറിലൊക്കെ കാണുന്ന ചർച്ച ഇങ്ങനെയാണ്. അന്നൽ വാലിദൈനി ഇദാ കാന ഫീ ഹാജത്തിൻ ശദീദത്തിൻ ഈ ഖിദ്മത്തി ഇബ്നതൈഹിമ, അവരുടെ പെൺമക്കളുടെ പരിചരണം ആവശ്യമുള്ള വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് തീരെ പറ്റുന്നില്ല, വയ്യ, ശാരീരികമായി നല്ല അവശതയുണ്ട്, മാനസികമായി തളർന്നിരിക്കുന്നു, അവരെ അല്ലെങ്കിൽ ബെഡിൽ കിടപ്പിലായിട്ടുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ
യഥാർത്ഥത്തിൽ തന്നെ പെൺമക്കളുടെ പരിചരണം അത്രമേൽ ഹാജത്തുൻ ഷദീദ, കഠിനമായ ആവശ്യമായി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഭർത്താവ് തടഞ്ഞാൽ പോലും പെൺകുട്ടിക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ പോവാം, അവരെ സേവിക്കുകയും ചെയ്യാം എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു തർക്കത്തിലേക്കോ മറ്റോ വരുമ്പോഴുള്ള അവസ്ഥയാണ് എന്ന് ആമുഖമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് ഒരു എല്ലാ വിഷയത്തിനും ഈ സ്കെയിൽ ബാധകമാവില്ല. മറിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവുകയും ചിലപ്പോൾ ഈ വക വിഷയങ്ങളിലൊക്കെ വലിയ പിടിവാശി സംഭവിക്കുകയും അതിന്റെ പേരിൽ എന്തോ ചില അനർത്ഥങ്ങൾ കുടുംബത്തിനകത്ത് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിൽ, ഒന്നുകിൽ അതിൽ മധ്യസ്ഥരായി ഇടപെടുന്ന ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ആ കോടതി ഭാഷയാണ് ഈ പറയുന്നത് എന്നും വിനയപുരസ്സരം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ രണ്ട് അവസ്ഥയും വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ ഇതിൽ രണ്ടു പേർക്കും തുല്യ ബാധ്യതയാണുള്ളത്, ആണിനും പെണ്ണിനും. മക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പെടും. എല്ലാവർക്കും മാതാപിതാക്കളുമായി ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാൻ ബാധ്യതപ്പെട്ടതുപോലെ തന്നെ വബിൽ വാലിദിനി ഇഹ്സാന, മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കുക എന്നതും അവരുടെ ബാധ്യതയാണ്. അതിൽ അവർ പരസ്പരം ധാരണയോടുകൂടി അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ സാമൂഹിക അവസ്ഥയും അവരുടെ കുടുംബത്തിനകത്തുള്ള അടിയന്തരാവസ്ഥയും ഒക്കെ മനസ്സിലാക്കി ഇസ്ലാമിന്റെ മാർഗത്തിൽ നല്ല മനസ്സോടുകൂടി പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പേരിൽ ബന്ധങ്ങൾ മുറിയാനോ, അതിന്റെ പേരിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാനോ, അതിന്റെ പേരിൽ പിന്നീട് ഭർത്താവിനെ ഭാര്യ അനുസരിച്ചില്ല എന്ന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആള് പറയാനോ, അല്ലെങ്കിൽ അവര് ഇങ്ങോട്ട് വന്ന് നോക്കിയില്ല, അവള് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാതാപിതാക്കളും ആൺമക്കളും പറയാനോ ഇടവരും വിധമുള്ള ഒരു അവസ്ഥ വരാതെ അത് നേരെ ചൊവ്വേ മാനേജ് ചെയ്യലാണ് ഇസ്ലാമികമായ ശരിയായ രീതി. എന്നാൽ അതിനപ്പുറത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഇത്രയൊക്കെ ചർച്ച ആ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. ചോദ്യകർത്താവ് ആ വിഷയം പ്രത്യേകം ചോദിച്ചിരുന്നു. അതായത് രണ്ടുപേര് ഏണിംഗ് ഉള്ളവരാണ്. അങ്ങനെയുള്ളപ്പോൾ പുതിയ സമൂഹത്തിൽ പൊതുവെ ആണും പെണ്ണും ഒക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടി ജോലിയൊക്കെ നേടിയിട്ടുണ്ടാവും. എല്ലാവർക്കും മാതാപിതാക്കൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. തെക്കിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ നേരത്തെ തന്നെ എല്ലാം കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എല്ലാ ബാധ്യതയും നേരത്തെ തീർത്തിട്ടുണ്ടാവും. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ഭാഗമായി കൊടുക്കാനുള്ളതും കൊടുത്തിട്ടുണ്ടാവും. മലബാറിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മരണശേഷം കിട്ടാനുള്ളത് വേറെ തന്നെ ഉണ്ടാകും, അതിനു മുമ്പ് കൊടുത്തതേ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവും. ഫറായിൽ അതിന്റെ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒരു സാമൂഹിക ഘടനകൾ, അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നീട് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ടു പേർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, കിട്ടാനുള്ളതൊക്കെ കിട്ടി, രണ്ടുപേർക്കും വരുമാനമുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടതും ഇവർ രണ്ടുപേരും, അഥവാ മകനും മകന്റെ ഭാര്യയും ജോലിക്ക് പോകുമ്പോൾ ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ ആളെ നിർത്തുന്ന അതിന്റെ ചെലവുമായി ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളൊക്കെ നേരെ ചൊവ്വ അല്ല എങ്കിൽ പിന്നെ തർക്കങ്ങളും ഒക്കെ ആയിട്ട് വരുമല്ലോ. അത്തരം വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാധ്യതയെക്കുറിച്ച് അന്വേഷണം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മക്കൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്നാണ്. അപ്പൊ ആ വിഷയത്തിലും ശരിയായ വർത്തമാനം നേരത്തെ പറഞ്ഞു തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നാം നൽകുന്നതും ചെയ്യുന്നതും അതിന്റെ പുണ്യം നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. അവർ നമ്മെ ചെറുപ്പത്തിൽ എങ്ങനെ വളർത്തിയോ അതുപോലെ തിരിച്ച് അവരോട് കാരുണ്യം കാണിക്കാൻ ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യതയെക്കുറിച്ച് വളരെ കൃത്യമായി വഖ്ഫു ലഹുമ ജനാഹദുല്ലി മിനർ റഹ്മ എന്ന ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. സർവോപരി ആ ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ ഞങ്ങളെ അവർ എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ പടച്ചവനെ അവരോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞു. ഈ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രാർത്ഥനയൊക്കെ ഒരു നിലപാടും ഒരു ബോധവുമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. അതിൽ പിന്നെ നമ്മൾ തർക്കിക്കേണ്ട വിഷയമില്ല. എത്ര കണ്ട് നമ്മൾ ചെയ്യുന്നു അത്ര കണ്ട് നമുക്ക് പുണ്യമാർജിക്കാം. നമ്മുടെ കയ്യിലുള്ളത് നമ്മളായത് നമ്മുടെ ഈ മജ്ജയും മാംസവും നമ്മുടെ ഈ ശാരീരികമായ ശേഷിയും ആകാര സൗഷ്ഠവവും നമ്മുടെ ബുദ്ധിപരമായ മികവും കഴിവും എല്ലാം ഈ മാതാപിതാക്കളുടെ ഊർജമാണ്. അവരിൽ നിന്ന് വന്നതാണ്. അവരുടെ ശരീരത്തിലെ ഓജസ്സും തേജസ്സുമാണ്. അവരുടെ അമ്മിഞ്ഞയുടെ കരുത്തും അതിന്റെ ശക്തിയുമാണ് എന്നൊക്കെ ശരിക്കും ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഈ വിഷയം ഒരു ചർച്ചയേ വരില്ല. അതല്ലാത്തിടത്ത് ചിലപ്പോൾ ഈ വക വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊരു തർക്കമായിട്ട് വന്നാൽ പിന്നെ ആ വിഷയത്തിൽ എങ്ങനെയാണ് അതിന്റെ സമീപനം എന്ന് കൂടി മനസ്സിലാക്കാം. തർക്കമായി വരാതിരിക്കട്ടെന്ന പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നതിന്റെ ഭാഗമായിട്ട് പറയുകയാണ്. ഇപ്പൊ കഴിവും ശേഷിയും സാമ്പത്തികമായ സുസ്ഥിതിയും മക്കളിൽ ആർക്കാണുള്ളത് അവർ കൂടുതൽ ബാധ്യത ഏറ്റെടുക്കുകയാണ് ഇസ്ലാമികമായ രീതി. നല്ലത് അങ്ങനെയാണ്. അതിൽ മത്സരിച്ച് ചെയ്യുന്നൊരു വലിയ പുണ്യമുണ്ട്. നിങ്ങൾ നേരത്തെ വാട്സപ്പ് മുഖേന ഒരു സന്ദേശം നേരത്തെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഗൾഫ് നാട്ടിൽ എവിടെയോ ഒരിടത്ത്, സൗദി അറേബ്യ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവിടെ മൂത്ത മകൻ
കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. കാരണം എന്താ? രണ്ടാമത് കേസ് കൊടുത്താണ്. ഇളയ മകൻ ആദ്യമേ കേസ് കൊടുത്തു, മാതാപിതാക്കളെ അദ്ദേഹത്തിന് വിട്ടുകിട്ടണം. കാരണം എന്താ? ജ്യേഷ്ഠനാണ് നോക്കുന്നത്. അപ്പൊ ജ്യേഷ്ഠൻ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ചാൻസ് നഷ്ടപ്പെടുകയാണ് എന്നതാണ് ഇളയ മകന്റെ പരാതി. അവസാനം കോടതി നിവൃത്തിയില്ലാതെ ഈ മകന് അനുകൂലമായിട്ട് വിധിച്ചു. ആർക്ക്? ചെറിയ മകന്. മൂത്ത മകൻ മാതാപിതാക്കളെ തൽക്കാലത്തേക്ക്, കുറച്ചു കാലത്തേക്ക് ചെറിയ മകന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ കോടതി വിധി കേട്ട് മൂത്ത മകൻ പൊട്ടിക്കരയുകയാണ് കോടതി. അപ്പൊ ജഡ്ജിയുടെ ചോദ്യത്തിന് മൂത്ത മകന്റെ പ്രതികരണം, എന്റെ സ്വർഗമാണ് നിങ്ങൾ എന്നെ എടുത്തു മാറ്റുന്നത് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. ഇതായിരിക്കണം ശരിക്കും ഒരു ഇസ്ലാമിക സംസ്കൃതിക്കകത്ത് സംഭവിക്കേണ്ടത്. മറിച്ചുള്ളത് സ്വാർത്ഥതയാണ്. അത് സാമ്പത്തികമായ നേട്ടം, ബന്ധങ്ങൾ സാമ്പത്തിക ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാകുന്ന രീതി വന്നപ്പോൾ സംഭവിച്ചതാണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു കൾച്ചർ ആയിരുന്നില്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൾച്ചറാണ്. വിവാഹം നേരത്തെ തന്നെ സ്ത്രീധനത്തിന്റെ ബലത്തിലാണല്ലോ നമ്മൾ തീരുമാനിക്കാറുള്ളത്. ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല, നമുക്കറിയാം. മഹ്റേ ഉള്ളൂ, സ്ത്രീധനമില്ല. പക്ഷെ നമ്മുടെ നാട്ടിന്റെ സാമൂഹിക ക്രമത്തിനകത്ത് ഈ ജാഹിലിയത്തിൽ നടക്കുന്ന ക്രമം എന്താന്ന് വെച്ചാൽ, വിവാഹം എന്നത് സാമ്പത്തികമായ നേട്ടത്തിന്റെ, ലാഭത്തിന്റെ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് തീരുമാനിക്കുന്ന ഒന്നായിരുന്നു. അത് നമ്മിലേക്കും കടന്നു വന്ന് നമ്മളും അതിന്റെ ആളുകളായിട്ട് മാറി. ഇസ്ലാമിന്റെ ശരിയായ കൾച്ചറിൽ പെണ്ണ് പറയുന്ന മഹർ കൊടുത്തേ അവിടെ കെട്ടാൻ പറ്റൂ. ആണ് ചോദിക്കുന്ന വസ്തുവകകളും സമ്മാനങ്ങളും പോക്കറ്റ് മണിയും അതുപോലെ തന്നെ മറ്റു സംവിധാനവും കിട്ടിയിട്ടല്ല കല്യാണം കഴിക്കൽ. അത് തന്നെ ജാഹിലിയത്താണ്. ആ ജാഹിലിയത്ത് നമ്മൾ തുടരുന്നത് കൊണ്ട് ഈ ജാഹിലിയത്തിന്റെ അവശേഷിപ്പുകൾ നമ്മെ ആദ്യാവസാനം പിടികൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് ഏണിങ്ങില്ലാത്ത വസ്തുവകകളായി മാതാപിതാക്കൾ മാറുന്ന ഒരു കാലം വരുമ്പോൾ പിന്നീട് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നൊക്കെ നഷ്ടമായി തോന്നുന്ന അവസ്ഥയിലേക്ക് മക്കൾ മാറും. ഈ ദുരന്തങ്ങളെല്ലാം നമ്മൾ തന്നെ വരുത്തി വെച്ചത്. നമ്മൾ ഇസ്ലാമിനെ വിട്ടാണ് ജീവിച്ചത്, ഇസ്ലാമിന്റെ കൾച്ചറിലേക്ക് മാറിയില്ല. ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഔപചാരികമായിട്ട് മാത്രമേ അതിന് ഇടമുള്ളൂ. അത് ആരാധനാദി കാര്യങ്ങളിലും ചടങ്ങുകളിലും മാത്രമായി പോയത് കൊണ്ടും പിന്നെ കുറച്ച് ഖുർആനും ആയത്തും ഹദീസും കുറച്ച് ഖുർആൻ പഠനവും ഒക്കെ ആയി നിൽക്കുന്നത് കൊണ്ടും അതിനപ്പുറത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാൻ കഴിയും വിധം വിപ്ലവാത്മകമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഇസ്ലാം പഠനവും ഇസ്ലാമിക അവബോധവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ഇൽമും യഖീനും, അറിവും, ഉറച്ച അറിവും, അതിന്റെ ഭാഗമായി ഇസ്തിഖാമത്ത്, ഇസ്ലാമിൻ്റെതായ രീതിയിൽ നമ്മെ മാറ്റിപ്പണിതുകൊണ്ട് അങ്ങനെ തുടരുക എന്ന വിപ്ലവാത്മകമായ ജീവിത നിലപാട് നമുക്ക് സാധ്യമാകാതെ വരുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ അവസ്ഥയിലായി പോകുമെന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് ചർച്ച വരുന്നതും, ഞാൻ ചെലവഴിക്കുന്നത് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവളൊന്നും ചെയ്യുന്നില്ല എന്നും, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അവരൊന്നും ചെയ്യുന്നില്ല എന്നും തിരിച്ചുമൊക്കെ ആയി പോകുന്ന അവസ്ഥയിലേക്ക് ഈ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു തർക്കം കോടതിയിൽ വന്നാൽ എങ്ങനെയാണ് അതിനെ പരിഗണിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് ഫീ നഫഖത്തിൽ ഔലാദി അലൽ വാലിദൈൻ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ബാധ്യത നിർവഹണത്തിൽ മക്കൾ ചെലവഴിക്കേണ്ടത് യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പൊതുവായി പറഞ്ഞവരുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞത് വൈനിജിത്തമാ ഇബ്നും ബിൻതുൻ, ആണും പെണ്ണും രണ്ട് മക്കളുണ്ട്, അഥവാ ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ ഫൻ നഫഖത്തു ബൈനിഹിമാ അസ്ലാസു കൽ മീറാസ്, അനന്തരാവകാശ നിയമം അനുസരിച്ചു കൊണ്ടും അവർക്കുള്ള തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. അഥവാ ആണും പെണ്ണും അവർക്ക് ലഭ്യമാകുന്ന അനന്തരാവകാശം തോതനുസരിച്ച് പെണ്ണിന്റെ ഇരട്ടി ആണിന് എന്ന് വരുന്ന രീതിയുണ്ടല്ലോ, അതനുസരിച്ചും വിധി പറയാം, അതനുസരിച്ചും ചെലവ് അവർക്ക് മീറ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ അത് ഇതിന്റെ മാനദണ്ഡമൊന്നുമല്ല, അങ്ങനെ ആകാം എന്നൊരു അഭിപ്രായം. അനന്തരാവകാശത്തിന്റെ ബാധ്യത വെച്ചുകൊണ്ടല്ല മാതാപിതാക്കളെ പരിഗണിക്കേണ്ട ബാധ്യത എന്ന് ഇസ്ലാം പറയുന്നുണ്ട്, അതല്ല അതിന്റെ മാനദണ്ഡം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വേണമെങ്കിൽ എടുക്കാം, ഇതൊരു അഭിപ്രായമാണ്. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഹനഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട് അന്നഫഖത്തു അലൈഹിമാ സവാഉൻ, തുല്യമായിരിക്കണം എന്നാണ്. ആണും പെണ്ണും തുല്യമായിട്ടാണ് ബാധ്യത നിർവഹിക്കേണ്ടത്. അന്നഹുമാ സവാഉൻ ഫിൽ ഖുർബ്, മാതാപിതാക്കളുമായുള്ള കുർബ്, ഖറാബത്ത്, ബന്ധുത്വം, അതിൽ രണ്ടുപേരും തുല്യരാണ്. അതിൽ ആണിന് ഒരു മുൻതൂക്കം, പെണ്ണിന് ഒരു പിൻതൂക്കം എന്ന അവസ്ഥയൊന്നുമില്ല. അവരെല്ലാവരും പെറ്റുപോറ്റത് ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് അവിടെ ചെലവും അങ്ങനെ വഹിക്കേണ്ടി വന്നാൽ തുല്യമായിട്ട് തന്നെ വഹിക്കണമെന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അഭിപ്രായം. ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നത് അന്നഫഖത്തു അലൽ ഇബ്നി അന്നഹു അൽ ഉസ്ബ, കൂടുതൽ ബാധ്യത പുരുഷനാണ്, ആൺകുട്ടിക്കാണ്. കാരണം അവനാണ് നേർക്കുനേരെ ഈ മാതാപിതാക്കളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടവനും അതിന്റെ പൈതൃകം അവകാശപ്പെട്ടവനും. കാരണം അവനിലൂടെയാണ് ഈ മാതാപിതാക്കളുടെ പിൻതലമുറ തുടരുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ തുടർച്ച ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
സാധാരണഗതിയിൽ ആൺമക്കളിലൂടെയാണല്ലോ കുടുംബത്തിന്റെ പരമ്പര തുടരുക. പെൺമക്കളിലൂടെ തുടരുന്നത് ആ കുടുംബത്തിന്റെ, പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത കുടുംബത്തിന്റെ പരമ്പരയാണ്. നമുക്കറിയാവുന്ന കാര്യം, അതാണ് ഉസ്ബ. അപ്പോ ഈ പൈതൃകവും പാരമ്പര്യവും ആരിലൂടെയാണ് തുടരുന്നത്? ആൺമക്കളിലൂടെയാണ്. പെൺമകൾ പെങ്ങളെ കെട്ടിച്ചു കൊടുത്താൽ അവളിൽ ഉണ്ടാകുന്ന സന്താനം അവളെ കല്യാണം കഴിച്ച കുടുംബത്തിന്റെ, അത് അവരുടെ പൈതൃകമാണ് തുടരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആൺമക്കളിലൂടെയാണ് ഉസ്ബ, ഈ കുടുംബ പൈതൃക പാരമ്പര്യം തുടരുന്നത് എന്നതുകൊണ്ട് ആൺമകന് തന്നെയാണ് ബാധ്യത ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനത്തിലൊക്കെ ചർച്ചയുണ്ട്. എന്തിനാണ് ഈ ചർച്ച പറയുന്നത്? ഇതിലൊരു തർക്കമേ വരാത്ത വിധം വളരെ സുൽഹോടുകൂടി, വളരെ തന്മയത്വത്തോടു കൂടി, പടച്ചതമ്പുരാനെ ഭയന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന മനസ്സോടുകൂടി ആ സാമ്പത്തികമായ വിഷയങ്ങളും മറ്റും നമുക്ക് ഏറ്റെടുക്കാൻ പ്രയാസമുള്ള അവസ്ഥയിൽ പോലും നമ്മൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് ബാധ്യതാ നിർവഹണം നിർവഹിക്കുകയും അവരെ പരിചരിക്കുന്ന വിഷയത്തിൽ പെൺമകൾ ഉൾപ്പെടെ ഭർത്താവിന്റെ വീടും കുടുംബവും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ എന്റെ മാതാപിതാക്കളെ ഞാൻ പരിചരിക്കേണ്ടതുണ്ടെന്ന മനസ്സോടുകൂടി അവളെ കല്യാണം കഴിച്ച ഭർത്താവും കൂടി അറിഞ്ഞുകൊണ്ട് പരസ്പരമുള്ള ഒരു ധാരണയിൽ നല്ല നിലക്കത് അവസാനിക്കുകയാണ് വേണ്ടത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ ഈ ചർച്ച ഉതകുമെന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം മുമ്പിൽ വെച്ചത്. ഇതിലൊരു ഇന്ന മാതിരി ചെയ്യണം, പെൺമകൾ ഇന്നതേ ചെയ്യാവൂ, ആൺമകൻ ഇങ്ങനെ എന്ന് പറയാനേ പാടില്ല. കാരണം അങ്ങനെ പറയാൻ ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് ഒരു പണ്ഡിതനും അങ്ങനെ കട്ടായിട്ട് പറഞ്ഞിട്ടില്ല, കട്ടൻട്രിയായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം രണ്ടുപേർക്കും ഒരുപോലെ ബാധ്യതയാണ്. അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആവാം എന്നതാണ് അതിന്റെ വിധി. പിന്നെ കോടതിയും കേസുമായിട്ട് വരുമ്പോൾ അതാത് ഇഷ്യൂവിൽ കോടതിയാണ് വിധി പറയുക. ഇത് പൊതു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംസാരമാണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഭർത്താവിന്റെ മാതാപിതാക്കളെ ഭാര്യ പരിചരിക്കണമോ എന്നതാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടെയൊക്കെയോ ചില വാട്സപ്പ് മെസ്സേജുകളും ചില ക്ലാസ്സുകളും ഒക്കെ ആ വിഷയത്തിൽ ഇത്തിരി കടുംപിടുത്തത്തിലേക്ക് നമ്മളെ എത്തിച്ചുവോ എന്നത് ഒരു സംശയാസ്പദമായ കാര്യമാണ്. പറഞ്ഞു വന്നത്, ഭർത്താവിന്റെ മാതാപിതാക്കളെ ഈ ഭർത്താവ് കല്യാണം കഴിച്ച ഭാര്യ അഥവാ മരുമകൾ പരിചരിക്കേണ്ടതുണ്ടോ എന്നാണ്. നേരെ ചൊവ്വേ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ഇസ്ലാമുമായിട്ട് നേർക്കുനേരെ ബന്ധപ്പെട്ട് വരാൻ പാടില്ലാത്തതാണ് എൻ്റെ പക്ഷം. കാരണം അങ്ങനെ ഒരു ചോദ്യം തന്നെ ചില സംശയങ്ങളും പിന്നീട് ചില അവകാശങ്ങളും ബാധ്യതാ നിർവഹണത്തിലെ വീഴ്ചയും പിന്നീട് തർക്കത്തിലേക്കും പിന്നീട് അസ്കതയിലേക്കും അസ്വസ്ഥതയിലേക്കും എത്തിക്കാവുന്ന ഇടയുള്ള ഒരു വിഷയമാണ്. ഇസ്ലാം കേവലം നിയമത്തിൽ മാത്രമല്ല ധർമ്മത്തിനും കൂടിയാണെന്ന് മനസ്സിലാക്കണം. ധാർമ്മികതക്ക് ഊന്നൽ കൊടുത്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ധാർമ്മികമായ കാഴ്ചപ്പാടിനെ മറികടന്നുകൊണ്ടാവില്ല. എന്നാൽ നിയമങ്ങൾ ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ മാതാപിതാക്കളെ, ഭർത്താവിന്റെ ഭാര്യ അല്ലെങ്കിൽ ഈ ആൺമകന്റെ മാതാപിതാക്കളെ ആൺമകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് പരിചരിക്കണമെന്നോ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ചില അസ്ക്യതകളും ചില സംശയാസ്പദമായ അവസ്ഥകളും ആ കുടുംബത്തിനകത്തെ ഹൃദയബന്ധത്തിന്റെ വിള്ളലുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംശയാസ്പദമായ ചോദ്യമാണ്. നേർക്ക് നേരെ അങ്ങനെ വരില്ല എന്നാണ്. അപ്പൊ അങ്ങനെ വരാമോ? വരാൻ സാധ്യതയുണ്ട്. വരാൻ പല കാരണങ്ങളുണ്ടാവാം. ഈ പെൺമകൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഈ പെൺകുട്ടി മാത്രമാവില്ല കാരണക്കാരി, ഈ മാതാപിതാക്കളും കൂടിയാവാം. ഇതെല്ലാം നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പൊ ഉള്ളത് തന്നെയാണ്. കാരണം മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകളോട് മാതാപിതാക്കളുടെ സമീപനം ഇസ്ലാമിക വിരുദ്ധവും മനുഷ്യത്വരഹിതവും ധർമ്മവിരുദ്ധവുമാണെങ്കിൽ പിന്നെ ഇതൊക്കെ സംഭവിക്കും. ഇനിയല്ല, മാതാപിതാക്കൾ വളരെ നല്ല നിലക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്, മകന്റെ ഭാര്യയെ മകളെ പോലെ തന്നെയാണ് കാണുന്നത് എങ്കിൽ ഇങ്ങനെ ചോദ്യമേ അവിടെ വരില്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞു വന്ന ഈ പെണ്ണിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളാണെങ്കിലും ആവാം. പെണ്ണ് ഭർത്താവിന്റെ മാതാപിതാക്കളെ തന്റെ മാതാപിതാക്കളെ പോലെ കാണുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ന്യായമായി സംഭവിക്കാം. ഈ ഉള്ളവന്റെ അറിവും ബോധവും അനുസരിച്ച് ചെറുപ്പകാലത്തെ നിക്കാഹുത്തുകൾ കേൾക്കുമ്പോൾ അതിൽ അന്നുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഉത്ബോധനം ഓർക്കുന്നു ഞാൻ. അവർ പറയാറുള്ളത്, വിവാഹം കഴിയുന്നത് മുഖേന നിങ്ങൾക്ക് 2 ഉപ്പമാരും 2 ഉമ്മമാരും ഉണ്ടാകും എന്നാണ്. അത് പഠിപ്പിക്കുന്നതിനാ ബോധപൂർവ്വം. കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും എന്നത് എൻ്റെ വൈകാരികമായ ഒരു ബന്ധമുള്ള തലമാണ്. എന്നാൽ ഞാൻ കല്യാണം കഴിക്കുന്നതോടുകൂടി എൻ്റെ ഭാര്യയുടെ ഉപ്പയും ഭാര്യയുടെ ഉമ്മയും എന്നത് കൂടി എൻ്റെ ഉപ്പയും ഉമ്മയും പോലെ തന്നെയാണെന്ന ബോധം എനിക്കും തിരിച്ച് അവൾക്കും ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഇസ്ലാമികമായ നന്മയും അതിലുള്ള ബന്ധുത്വത്തിന്റെ ഇസ്ലാമികമായ ഹൃദ്യതയും വളരെ വലുതാണ്. ഈ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സൃഷ്ടിക്കുന്നത്. ആ ബോധത്തെയാണ് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ ധാർമ്മികമായ വശം. അപ്പോ ആ ധാർമ്മികമായ വശത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ചിന്തയും പ്രവർത്തനവും ഇടപഴക്കവും ബന്ധങ്ങളുമൊക്കെ.
ആ ധാർമ്മികമായ വശത്തെ മാറ്റി നമ്മൾ നിയമത്തിന്റെ വഴിക്ക് ചലിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു വശം വെച്ചുകൊണ്ട് സാധാരണ ഇതിൽ ഒറ്റ വാക്കിൽ എന്താ ആൾക്കാർ പറയാ, അങ്ങനെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന് നിന്റെ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല, ഇതാണ് പറയാ. ശരിയാണോ? നിയമപരമായി ശരിയാണ്. എന്നാൽ അതിന്റെ ധർമ്മപരമായിട്ട് ശരിയല്ല. അപ്പൊ നിയമവും ധർമ്മവും പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് ഇസ്ലാം നമുക്കിടയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കുടുംബത്തിനകത്തൊക്കെ എല്ലാ വിഷയങ്ങളും ഈ നിയമവും ധർമ്മവും പരസ്പരം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം. ഇതാണ് അതിനെക്കുറിച്ച് ആമുഖമായി മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വിഷയത്തെ എങ്ങനെ അതിന്റെ പ്രശ്നസങ്കീർണമായ അവസ്ഥകളെ വെച്ചുകൊണ്ട് ഇസ്ലാം നോക്കിക്കാണുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാം. ഫലാ യജിബു അല സൗജത്തി ശറഅൻ ഖിദ്മത വാലിദി സൗജഹ. ശറഅ അനുസരിച്ച് ഭാര്യ ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിചരിക്കൽ, ശുശ്രൂഷിക്കൽ നിർബന്ധമല്ല. അതാണ് നിയമം. ഇത് കോടതി ഭാഷയാണ് കേട്ടോ. വലാകിൻ, പക്ഷേ അവിടെയാണ് പ്രശ്നം. ലൈസ മിനൽ മുആശറതി ബിൽ മഅറൂഫി ലിൽ സൗജ്. ഭർത്താവുമായി നല്ല നിലക്ക് ആശിറൂ ബിഹ, നല്ല നിലക്കുള്ള ബന്ധം, ഭർത്താവുമായുള്ള മുആശറ, ഭർത്താവുമായി നല്ല നിലക്കുള്ള ബന്ധം എന്ന വിഷയം പരിഗണിക്കുമ്പോൾ അങ്ങനെയാവാൻ പാടില്ല എന്നാണ്. അഥവാ എന്റെ ഭാര്യയെ, എന്റെ മാതാപിതാക്കളെ എന്റെ ഭാര്യ ശുശ്രൂഷിക്കേണ്ടതില്ല എന്നത് നിയമമാണ്, ശരിയാ. പക്ഷേ ഞാൻ എന്റെ മാതാപിതാക്കൾ എന്ന ബന്ധുത്വത്തിന്റെ ആ ഹൃദ്യതക്ക് എന്റെ ഭാര്യ എന്റെ മാതാപിതാക്കളെ പരിഗണിക്കുക എന്നതാണ് അതിന്റെ ധർമ്മപരമായ വശം. എന്നെ അനുസരിച്ചും എന്നോടുള്ള ബന്ധുത്വം നിലനിർത്തിയും എന്നോട് നല്ല നിലക്കുള്ള ഇടപഴക്കവും ബന്ധവും പരിഗണിച്ചും അവൾ പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണന അവളും കൊടുക്കണം. ഞാൻ ചെയ്യുന്നത് പോലെ അവളും ശുശ്രൂഷിക്കണം. എന്റെ അഭാവത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് എല്ലാ ശുശ്രൂഷയും കിട്ടണം എന്നാണ് ഭർത്താവ് ആഗ്രഹിക്കുക. ഇതാണ് അതിന്റെ ധാർമ്മികമായ വശം. അതിനെക്കുറിച്ച് വലാകിൻ ലൈസ മിനൽ മുആശറതി ബിൽ മഅറൂഫി ലിസ്സൗജ്. ഭർത്താവിന്റെ മാതാപിതാക്കളെ ഞാൻ പരിഗണിക്കേണ്ടതില്ല, ശുശ്രൂഷിക്കേണ്ടതില്ല, സേവനം ചെയ്യേണ്ടതില്ല എന്നത് യഥാർത്ഥത്തിൽ എന്റെ ഭർത്താവുമായുള്ള മുആശറ, നല്ല നിലക്കുള്ള ബന്ധത്തിന് ഉതകുന്നതല്ല. ഐ യകൂന വാലിദാഹു മൗജൂദീന ഫിൽ മൻസിൽ. വീട്ടിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ അവരെ പരിഗണിക്കാതിരിക്കുക. സുമ്മലാ തഖൂമു സൗജതു ബിഖിദ്മതിഹ. എന്നിട്ട് ഭാര്യ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മ, സേവനം ചെയ്തു കൊടുക്കാതിരിക്കുക. പിന്നെ അഴുതാദി തആമിലഹും, അവർക്ക് ഭക്ഷണം സജ്ജമാക്കി കൊടുക്കാതിരിക്കുക. ഔ ഗസ്ലി സിയാബിഹിം, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാതിരിക്കുക. വനഹ്വി ദാലിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ ഭർത്താവുമായുള്ള നല്ല ബന്ധത്തിന് എതിരാണ് എന്നാണ്. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഇത് രണ്ടും പറയുന്നത് ശറയിലെ ഹുക്കുമ തന്നെയാണ് കേട്ടോ. നേർക്ക് നേരെ ചോദിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യേണ്ടതില്ല, നിർബന്ധമൊന്നുമല്ല, ശരിയാ. അങ്ങനെയാണ് നിയമത്തിന്റെ ഭാഷ. എന്നാൽ ധർമ്മത്തിന്റെ ഭാഷ എന്താണ്? ഭർത്താവിനെ പരിഗണിച്ചും ഭർത്താവിനെ പരിചരിച്ചും അദ്ദേഹവുമായി നല്ല ബന്ധത്തിൽ അനുസരണവും വിധേയത്വം വകവെച്ചു കൊടുത്തും മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഭർത്താവിന്റെ മാതാപിതാക്കളെ ഭാര്യ അവഗണിക്കുകയോ അവർ വീട്ടിലുണ്ടായിരിക്കെ അവരെ ശുശ്രൂഷിക്കാതിരിക്കുകയോ അവർക്ക് ഭക്ഷണം സജ്ജമാക്കി കൊടുക്കാതിരിക്കുകയോ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവുമായുള്ള അൽ മുആശറത്ത് ബിൽ മഅറൂഫ്, നല്ല നിലക്കുള്ള ബന്ധത്തിന് എതിരാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ധർമ്മോപദേശം. ഇസ്ലാം നിയമവും ധർമ്മവും ചേരുന്നതാണ്. എന്നിട്ട് അതിന് തെളിവ് ഉദ്ധരിക്കുന്ന ഒരു ആയത്ത് കൂടി കേൾക്കുക. അന്നിസാ 36, സൂറ അന്നിസാലെ 36-ാമത് ആയത്താണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, അവരിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ നല്ല നിലക്ക് വർത്തിക്കുക. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും, വൽ യതാമ, അനാഥരോടും, വൽ മസാകീനി, അഗതികളോടും, വൽ ജാരി ദിൽ ഖുർബ, അടുത്ത അയൽവാസികളോടും, വൽ ജാരിൽ ജുനുബ്, അകന്ന അയൽവാസികളോടും, വസ്സാഹിബു ബിൽ ജംബ്, അടുത്ത സഹയാത്രികനോടും, വബിനസ്സബീൽ, വഴിയാത്രക്കാരനോടും, വമാ മലക്കത്ത ഐമാനുക്കും, നിങ്ങളുടെ കീഴിൽ നിങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരോടും നല്ല നിലക്ക് വർത്തിക്കുക. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അതിന് വിരുദ്ധമായ അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും വഴി സ്വീകരിക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഈ ഓതി വെച്ച സൂക്തമാണ് തെളിവായി ഉദ്ധരിച്ചത്. എങ്ങനെ തെളിവ് നോക്കൂ നിങ്ങൾ. സൂറ നിസാ 36-ാമത് വചനം. ഈ ആയത്തിൽ ഒരു കാര്യം പറയുന്നു, വസ്സാഹിബു ബിൽ ജംബ് എന്നാണ്. വസ്സാഹിബു ബിൽ ജംബ് അഥവാ മാതാപിതാക്കൾ വർത്തിക്കണം, പിന്നെ അനാഥരോട്, അഗതികളോട്, അടുത്ത ബന്ധുക്കളോട്, പിന്നെ അടുത്ത അയൽക്കാരോട്, അകന്ന അയൽക്കാരോട് എന്ന് പറഞ്ഞിട്ട് വസ്സാഹിബു ബിൽ ജംബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ അസ്സാഹിബു ബിൽ ജംബ്? വസ്സാഹിബു ബിൽ ജംബി ഹുവ അർ റഫീഖുൽ മുസാഫിർ. യാത്രയിൽ നമ്മുടെ കൂടെ കൂടുന്ന ആള്. നമ്മൾ യാത്ര പോകുന്നു, ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി,
അപ്പൊ നമ്മുടെ അടുത്ത് സീറ്റിരിക്കുന്ന ആൾ, അയാൾ റഫീഖുൻ മുസാഫിറാണ്, നമ്മുടെ യാത്രയിൽ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ യാത്രയിൽ നമ്മൾ ആ യാത്രയിൽ തുടക്കത്തിൽ കണ്ടുമുട്ടി, എവിടെയോ അദ്ദേഹം ഇറങ്ങും, എവിടെയോ നമ്മൾ ഇറങ്ങും, ഇത്ര സഹവാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുറഞ്ഞ കാലഘട്ടത്തിലെ കുറഞ്ഞ മണിക്കൂറിന്റെ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തിന്റെ ഒരു സഹവാസം മാത്രം സംഭവിക്കുന്ന ആളാണ്. അങ്ങനെ സഹവാസത്തിൽ വരുന്ന സാഹിബാണ്, കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ സഹയാത്രികനാണ് അസ്സാഹിബുൽ ജംബ്. അങ്ങനെയുള്ള ആളോട് പോലും നല്ല നിലക്ക് വർത്തിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയണം, ഫൈദാ കാനൽ അമ്രു കദാലിക, കാര്യം ഇങ്ങനെയാണെങ്കിൽ, അഥവാ കുറച്ചു സമയത്തേക്ക് നമ്മുടെ കൂടെ വാഹനത്തിൽ യാത്രക്കാരനായി വരുന്ന സഹയാത്രികനോട് നല്ല നിലക്ക് വർത്തിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എങ്കിൽ, അലാ ഉസ്നി മുആശറത്തി, അങ്ങനെയുള്ള യാത്രക്കാരനോട് നല്ല നിലക്ക് പെരുമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫകൈഫ ബി അബവൈ സൗജ്, അങ്ങനെയെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളോട് എങ്ങനെ ഉഷാറായിട്ട് പെരുമാറണം എന്ന് ആലോചിച്ച് നോക്കൂന്ന. സംഗതി ശരിയല്ലേ? യാത്രാമധ്യേ കുറച്ച് സമയത്തേക്ക് ഒരാൾ കൂടെ കൂടുന്നു, നമ്മുടെ സീറ്റിൽ ഒരാൾ വന്നിരിക്കുന്നു, പിന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയി, വേറെ ആൾ വന്നു, ചിലപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയി. ഈ യാത്രയിൽ കണ്ടുമുട്ടുന്ന അങ്ങനെ കൂടെയുള്ള ആളോട് പോലും നമുക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്, നല്ല നിലക്ക് വർത്തിക്കണം എന്നാണ് പറഞ്ഞത് എങ്കിൽ, ഏതോ യാത്രയിൽ എവിടുന്നോ ഒരാൾ നമ്മുടെ കൂടെ നമ്മുടെ സീറ്റിൽ സഹയാത്രികനായിരിക്കുന്ന, നമ്മുടെ വാഹനത്തിൽ സഹയാത്രികനായി വരുന്നു, അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ, പിന്നെ സ്വന്തം വീട്ടിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ ഈ പെണ്ണിനെ എങ്ങനെയാണ് അവരോട് മാന്യമായി പെരുമാറാതിരിക്കാൻ കഴിയുക എന്ന ഗൗരവമുള്ള ചോദ്യമാണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഈ വിഷയകമായി പണ്ഡിതന്മാർ ചോദിക്കുന്നു. അല്ലദീ ഔജബല്ലാഹു തഅതഹു, ആ ഭർത്താവിനെ അനുസരിക്കാൻ ഈ പെണ്ണിന്റെ മേൽ അല്ലാഹു നിർബന്ധ ബാധ്യത ഏൽപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഭർത്താവിനോട് നല്ല നിലക്ക് പെരുമാറാൻ ഷാരി അഥവാ അള്ളാഹു നിയമദാതാവ് അവളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ ഭർത്താവിന്റെ തൃപ്തി തേടൽ അവളുടെ ബാധ്യതയുമാക്കിയിട്ടുണ്ട് എന്നിരിക്കെ, ഈ ഭർത്താവിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ അവഗണിക്കാൻ ഈ സ്ത്രീക്ക് എങ്ങനെ സാധിക്കും? കൂടെ സഹയാത്രികരായി വരുന്ന ഒരു യാത്രക്കാരനോട് വരെ മര്യാദ കാണിക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്നാണ്. അപ്പോൾ ചോദ്യം വളരെ കൃത്യ. അതുകൊണ്ട് ലാ ശക്ക, ഒരു സംശയവും വേണ്ട, അന്നഹുമാ ഔലാ ബിൽ ഇഹ്സാനി ഇലൈഹിമാ, ആ രണ്ടുപേരോട് അഥവാ ഭർത്താവിന്റെ മാതാപിതാക്കളോട് ഈ മരുമകൾ, ഈ പുരുഷന്റെ ഭാര്യ ഏറ്റവും നന്നായിട്ട് അടുപ്പവും ബന്ധുത്വവും സൂക്ഷിക്കേണ്ടവളാണ്. വറിഫ്ഖു ബിഹിം, അവരോട് നല്ല നിലക്ക് വളരെ മാർദ്ദവമായി സൗമ്യമായി പെരുമാറണം. വഖുസൂസൻ ഇദാ ലം യകുൻ ലദൈഹിമാ ബനാത്തുൻ, പ്രത്യേകിച്ചും ഈ ഭർത്താവിന്റെ മാതാപിതാക്കൾ പെൺമക്കൾ ഇല്ല എങ്കിൽ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അഥവാ ഭർത്താവിന് സഹോദരിമാരൊന്നുമില്ല, ഈ മാതാപിതാക്കൾക്ക് ഒരു പെൺമകളുടെ ശുശ്രൂഷ ലഭ്യമാകാൻ പറ്റുന്ന സാഹചര്യം ഇല്ല, മരുമകൾ തന്നെയാണ് മകളായിട്ട് അവിടെ ഉണ്ടാവേണ്ടത്, അത്തരം ഘട്ടത്തിൽ പ്രത്യേകിച്ചും എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഗതി വളരെ കൃത്യമാണ്. മറിച്ച് നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സഹോദരിയുടെ പ്രഭാഷണം വളരെ വൈറലായി നമുക്കിടയിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചില പുരുഷന്മാരൊക്കെ വളരെ ഖണ്ഡിതമായിട്ട് അത് എന്റെ മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത അവൾക്കില്ല എന്നൊക്കെ രീതിയിൽ നമ്മൾ വിധി പറയാറുണ്ട്. യഥാർത്ഥത്തിലൊന്നും ഇസ്ലാമികമായ ഒരു മസ്ലഹത്തുള്ള നന്മയുള്ള കാര്യമല്ല. അവിടെയൊക്കെ ചില അസ്ഖ്യതകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. ഏതോ നിലയ്ക്ക് ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായതിന്റെ തുടർച്ചയായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭൂമി കുലുക്കമോ ഭൂകമ്പമോ അവിടെ സംഭവിക്കുകയില്ല. റിക്ടർ സ്കെയിൽ ഇങ്ങനെ ഒന്നും രേഖപ്പെടുത്തൂല. മറിച്ച് അതൊന്നൊരു വിഷയമല്ലാത്ത വിധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ പ്രകാരം മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. മറിച്ച് അതിനപ്പുറത്തേക്ക് രണ്ട് ഭാഗത്ത്, ഒന്നുകിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ തിരിച്ച് മരുമകളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന്, ഇങ്ങനെയൊക്കെ തുടങ്ങി എവിടെ നിന്നൊക്കെയോ അനിസ്ലാമികമായ പ്രവണതകൾ മുളപൊട്ടിയപ്പോൾ സംഭവിച്ച അവസ്ഥയാണ് എന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. എന്തായിരുന്നാലും ഇസ്ലാം നിയമത്തിൽ മാത്രമല്ല ധർമ്മത്തിനും കൂടിയാണ്. ഇസ്ലാം നിയമം മാത്രമല്ല ധർമ്മവുമാണ്. ഈ ധർമ്മത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ ഉണ്ടാവുക. നിയമമായിട്ട് കോടതി മുഖേന വരും, പക്ഷെ അവിടെ ധർമ്മത്തെ മറികടക്കാൻ പാടില്ല നിയമങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇത്തിരി 1 മിനിറ്റ് കണ്ട് അധികമായെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യമുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ചക്കെടുത്ത് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണെന്ന ബോധ്യത്തോടു കൂടി അവരുടെ ഭാഗത്ത് എന്തെല്ലാം പരിക്കന അവസ്ഥകൾ ഉണ്ടെങ്കിലും
ക്ഷമാപൂർവ്വം തന്നെ മുന്നോട്ട് പോയി ആ സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനനുസൃതമായ നിലപാട് നമ്മൾ പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകുക. മാതാപിതാക്കളും ഇതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ പെരുമാറണം. പുതിയ കാലമാണ്. വരാനിരിക്കുന്ന ഒരു ചോദ്യം ആ വിഷയവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അവിടെ വെച്ച് അധികം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി മുന്നോട്ട് നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗാഫിറൽ മുസ്നിബീൻ വർഹംനാ ബിഅൻവാഹി റഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.